എല്ലാവർക്കും നമസ്കാരം. സാന്ത്വനം 2-വിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്തേക്കുക. നേരെ നമുക്ക് ആര്യന്റെയും അതുപോലെ നമ്മുടെ മിത്രയുടെ ഒക്കെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ മിത്രയും അതുപോലെ നമ്മുടെ ഗോമതിയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം മീനാക്ഷി കൊണ്ടുവന്ന ചോക്ലേറ്റുകൾ എന്താ അപ്പച്ചി കഴിക്കാതിരുന്നത്? അത് ശരിക്കും മീനാക്ഷിക്ക് വിഷമായി കാണില്ലേ? പിന്നെ അതുമല്ല, ആകാശേട്ടനും മീനാക്ഷിയും ഒക്കെ അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആകാശേട്ടൻ അവിടെ സ്ഥിര താമസം ആക്കുമെന്ന് അപ്പച്ചിക്ക് ഡൗട്ട് ഉണ്ടല്ലേ? അപ്പം മിത്ര ഇതൊക്കെ പറയുമ്പം അത് തന്നെയാണ് നമ്മുടെ ഗോമതിയുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഗോമതി പറയുന്നുണ്ട്, നീ ഇതൊക്കെ എങ്ങനെ വായിച്ചറിഞ്ഞു? ദേ, എൻ്റെ മനസ്സിൽ ഞാൻ ഇതൊക്കെ തന്നെയാ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പച്ചി ഞാനും അങ്ങോട്ടേക്ക് പോയാലോ, കൃഷ്ണമംഗലത്തേക്ക്? ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഗോമതിയുടെ മട്ടും ഭാവമൊക്കെ മാറി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ഏട്ടന്മാരെയൊക്കെ ശത്രുക്കളാക്കിക്കൊണ്ടാ നിന്റെയും ആരിൻ്റെയും വിവാഹമൊക്കെ ഞാൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണം വെച്ചാലും ദേ നിങ്ങൾ അങ്ങോട്ട് പോവാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ ഗോമതി പറഞ്ഞു. അങ്ങനെ ഞാൻ പോവാതിരിക്കണമെങ്കിൽ അപ്പച്ചി ഒരു കാര്യം ചെയ്യണം. ദേ, അപ്പച്ചി മീനാക്ഷി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ചേച്ചിയോട് സംസാരിക്കണം, നിങ്ങൾ കോംപ്രമൈസ് ആകണമെന്നൊക്കെ മിത്ര പറയുക. അങ്ങനെ അവള് പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഗോമതി മനസ്സില്ലാ മനസ്സോടു കൂടിയാണെങ്കിലും മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി റൂമിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ആലോചിക്കുക, ഈ ശ്രീദേവി എന്ന് പറയുന്നത് എന്ത് സാധനമാണ്, ഒരു രക്ഷയില്ല, അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. തൻ്റെ അമ്മായി നമുക്ക് തോന്നാത്ത പല കാര്യങ്ങളും ഈ ശ്രീദേവിയാണ് തിരിപ്പിച്ചു കൊടുക്കുന്നത്. എന്തായാലും അമ്മയുടെ അടുത്തൊരു സ്വഭാവം, തൻ്റെ അടുത്തൊരു സ്വഭാവം എന്നുള്ള രീതിയിൽ ഈ ഏട്ടത്തി ഈ കളി കളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ എന്ന് നമ്മുടെ മീനാക്ഷി മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രീദേവിയും അതുപോലെ മിത്രയും ഗോമതിയും കൂടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്ത് നിൽക്കുന്നത്. ഇവൾക്ക് എന്താ ഇത്ര വലിയ കാര്യത്തിന് അമ്മയുടെ അടുത്ത് സംസാരിക്കാനെന്ന് ശ്രീദേവി ഇങ്ങനെ മനസ്സിലാലോചിക്കുക. ഗോമതിയാണെങ്കിലോ നമ്മുടെ മിത്ര പറഞ്ഞതനുസരിച്ച് മീനാക്ഷിയുടെ റൂമിലേക്ക് പോവാൻ തുടങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് നോക്കുക നമ്മുടെ ശ്രീദേവി. അങ്ങനെ റൂമിലെത്തിയ ഗോമതിയാണെങ്കിലോ, അതെ മോളെ മീനാക്ഷി, നീ ഒന്ന് വാതിൽ തുറന്നേ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്താ അമ്മയുടെ അടുത്ത് ഞാൻ കുറച്ചു മുന്നേ വന്ന സമയത്ത് അമ്മ പ്രത്യേകിച്ചൊന്നും എന്നോട് സംസാരിച്ചില്ലല്ലോ. അതുമല്ല, ഞാൻ കൊണ്ടുവന്ന സ്വീറ്റ്സ് ഒന്നും അമ്മ കഴിച്ചതും ഇല്ല. എനിക്കറിയാം അമ്മ എന്താ അതൊക്കെ കഴിക്കാതിരുന്നേന്ന്. അപ്പോഴത്തേക്കിനും ഗോമതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ മോളെ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. നീ ഒരു കാര്യം ചെയ്യ്, ആ സ്വീറ്റ്സും അതുപോലെ നിന്റെ ചിറ്റപ്പൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ആ സ്പ്രേയും ഒക്കെ ഇങ്ങോട്ട് എടുക്ക്. അതൊന്നും അങ്ങനെ തരാനൊന്നും പറ്റില്ല. കുറച്ചു മുന്നേ ഒരാളിവിടെ ഇതൊക്കെ ചോദിച്ചു വന്നായിരുന്നു. ആര് ചോദിച്ചു വന്നെന്നാ നീ പറയുന്നത്? അതാരാണെന്നോ? അമ്മയുടെ പുന്നാര മരുമോള് ശ്രീദേവി ദേവെടുത്തി ഇവിടെ വന്ന് നിന്ന് കറങ്ങിയായിരുന്നു. ഒരു സാധനം പോലും ഞാൻ കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് പറ്റത്തില്ലല്ലോ. ദേ, എൻ്റെ മരുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. നിനക്ക് തന്നയച്ച സാധനങ്ങളിൽ എനിക്കും അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഗോമതി ആ സാധനങ്ങളൊക്കെ എടുക്കുക. അപ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ ശ്രീദേവി ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇതെന്താ ഈ കാണിക്കണേന്നൊക്കെ. ഗോമതിയാണെങ്കിലോ കയ്യിൽ കിട്ടിയ ഒരു മിഠായി എടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുക. ദുഷ്ടത്തി, ഒരെണ്ണം പോലും ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ. എന്നിട്ട് അമ്മായിയമ്മയും മരുമോളും കൂടി നിൽക്കുക. അതൊക്കെ തിന്നുന്നുണ്ടല്ലോ ദൈവമേ, നല്ല ചോക്ലേറ്റാ, അതും വില കൂടിയ ചോക്ലേറ്റ് ആണെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്രീദേവി. ഈ സമയമാണെങ്കിലോ നമ്മുടെ ഗോമതി ഇതൊക്കെ കഴിക്കുന്നതൊക്കെ ആസ്വദിച്ചുകൊണ്ട് മീനാക്ഷി അവിടെ അടുത്ത് തന്നെ നിൽക്കുക. അപ്പൊ മീനാക്ഷിക്ക് വലിയ സന്തോഷമായിട്ടോ, ഗോമതി ഇങ്ങനെ തന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ മീനാക്ഷിയുടെ ചിറ്റപ്പം കൊണ്ടുവന്ന സ്പ്രേ ഒക്കെ പൂശി ഗോമതി വലിയ സന്തോഷത്തിൽ നിന്ന് നമ്മുടെ മീനാക്ഷിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ചങ്ക് തകർന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അപ്പുറം മാറി നിൽക്കുകയാണ് നമ്മുടെ ശ്രീദേവി. ഇനി എങ്ങനെയെങ്കിലും തൻ്റെ അമ്മായിയമ്മയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറണം. അതിനൊരേ ഒരു മാർഗ്ഗേ ഉള്ളൂ.
ഈ വീട്ടിലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ബാലനെയാണ് കേട്ടോ. ബാലൻ കടയിൽ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് നമ്മുടെ കൃഷ്ണമംഗലത്തെ അച്യുതനെ കാണുക. അച്യുതനെ കണ്ടപാടെ തന്നെ നമ്മുടെ ധർമ്മനെ തല്ലിയതിന്റെ ആ ഒരു കലിപ്പ് ബാലന്റെ ഉള്ളിലുണ്ടല്ലോ. അങ്ങനെ നേരെ ചെല്ലുക അയാളുടെ അടുത്തേക്ക്. അച്യുതനോട് ചെന്നിട്ട് ചോദിച്ചു, അതെ നീ എന്തിനാ എന്റെ ധർമ്മനെ തല്ലിയത്? ഞാൻ ധർമ്മനെ തല്ലിയെങ്കിൽ അത് ചോദിക്കാൻ താൻ ആരോടോന്ന് അച്യുതൻ അപ്പൊ തന്നെ നമ്മുടെ ബാലനോട് ചോദിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കേറ്റവും അതുപോലെ തന്നെ കയ്യാങ്കളിയൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ ധർമ്മനും അതുപോലെ അവിടെ ജോലിക്ക് നിൽക്കുന്ന ആ ചേട്ടനും ഒക്കെ കൂടി വന്ന് നമ്മുടെ ബാലനെയും അച്യുതനെയും ഒക്കെ പിടിച്ചു മാറ്റുക. ഇതെന്താ അളിയാ ഈ കാണിക്കുന്നത്? അതും ഈ വഴിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കണം. സാരയില്ല, എന്നെ ഒന്ന് അടിച്ചു എന്ന് വിചാരിച്ച് അത് വലിയ സീനാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ബാലനെ സമാധാനിപ്പിക്കുമ്പോൾ ഇവൻ അന്ന് അടി കിട്ടിയത് അതെ അത് നിനക്കിട്ട് തരാനും ഈ അച്യുതനൊരു മടിയില്ല എന്ന് പറഞ്ഞ് അച്യുതൻ വലിയ കാര്യത്തിന് അവിടെ നിന്ന് പോവുക. അങ്ങനെ നല്ല ദേഷ്യത്തിലാണ് നമ്മുടെ ബാലനുള്ളത്. ബാലനാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് പോരുക. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ആര്യനാണെങ്കിലോ ആ മിത്രയുടെ ആ മിഥുനെ ഒന്ന് കൈകാര്യം ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കയ്യിലൊരു കത്തിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവൻ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് നിൽക്കുക. അപ്പോഴാണ് റൂമിലേക്ക് നമ്മുടെ മിത്രയുടെ വരവ്. മിത്ര ഈവൻ കത്തിയായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടതും ശരിക്കും ഞെട്ടി. എന്താ ഇപ്പം ആര്യൻ എന്തിനാ കത്തിയൊക്കെ എടുക്കുന്നത്? അല്ലേലെ ആര്യൻ ഒരു വഴക്കാളിയാണെന്നാണ് മിത്ര നേരത്തെ തന്നെ കരുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്റെ കയ്യിൽ കത്തി ഇരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ മിത്രയൊന്ന് പേടിച്ചു. എന്തിനാ ആര്യ കയ്യിൽ കത്തി പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് മിത്ര ആ കത്തിയെ കയറി പിടിച്ചു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിയും വലിയൊക്കെ ആയ സമയത്താണ് ബാലൻ ഈ കാഴ്ചയും കണ്ടുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നത്. പിന്നെ പറയണ്ടല്ലോ. ബാക്കി വിശേഷങ്ങൾ എന്തായാലും നാളത്തെ ഫുൾ വിശേഷത്തിലിടാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.